أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين ഇൻഷാല്ലാ എനിക്ക് തോന്നുന്നു നമ്മൾ 24-ാമത്തെ ജുസാണ് ഇന്ന് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അതായത് നമ്മൾ മനസ്സിലാക്കുന്നതില്ല ഞാൻ പറയുന്നത്. ഇൻഷാല്ലാ ഇന്നത്തേതായിരിക്കും വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വളരെ നല്ല എഫക്റ്റീവ് ആവുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന്ന് നമ്മൾ ഒരു സൂറത്ത് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൂറത്തിൻ്റെ പേര് തന്നെ എന്താണ്? സൂറത്തു എന്താ പറയുക, ഫുസ്സിലത്ത് എന്ന സൂറത്തു ഫുസ്സിലത്ത്. ഫുസ്സിലത്ത് എന്ന് പറയുന്നത് വിശദീകരണം, എക്സ്പ്ലനേഷൻ എന്നർത്ഥം. അപ്പോൾ ഇതിൽ ആ ഒരു സൂറത്തിൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റുള്ള സൂറത്തിൽ അതില്ല എന്നല്ല, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സർഫേസിൽ നമ്മൾ പോവുകയാണല്ലോ മുകളിൽ. അപ്പം അത് ആ ഒരു ഉദ്ദേശത്തു കൂടിയാണ് ഞാൻ പറയുന്നത്. ഏതായാലും നമ്മൾ ഇന്നലെ പറഞ്ഞു സൂറത്തു ഈ സുമറിൽ ഇഖ്ലാസിനെ പറ്റിയാണ്, ആത്മാർത്ഥതയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്താ പറയുക, മുഖ്ലിസല്ലഹുദ്ദീൻ എന്ന 2-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസ്, ആത്മാർത്ഥതയുള്ള പ്രവർത്തനം, അതാണ് സ്വീകാര്യത എന്നുള്ള ആശയങ്ങളാണ് ഈ സൂറത്തിൽ പറയാം. അതേപോലെ തന്നെ എന്താണ് നന്മ ചെയ്യുന്നതും അതേപോലെ തിന്മ ചെയ്യുന്നതും, നന്മയുടെ ആൾക്കാരും തിന്മയുടെ ആൾക്കാരും, അങ്ങനെ രണ്ട് താരതമ്യപ്പെടുത്തൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ആരാണ് സത്യസന്ധത അല്ലെങ്കിൽ സിദ്ഖ്, സത്യം കൊണ്ടുവരുന്നത്, അതിൽ വിശ്വസിക്കുന്നത് ആരാണ്? അവർ മുത്തഖീങ്ങളാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് അവരുദ്ദേശിക്കുന്നതായ ഒന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂലി എന്നുള്ളത് സ്വർഗമാണ് എന്നുള്ള ആശയങ്ങൾ. പക്ഷേ നേരെ മറിച്ച് മറ്റുള്ള ഒരു സമൂഹം, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ഒരു സമൂഹം, അവർക്ക് പരാജയമാണ് എന്നുള്ള ഒരു വിഷയം അതവിടെ പറയുന്നുണ്ട്. ഒമയ്യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ് ഒമയ്യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ അലൈസല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം. അള്ളാഹു അല്ലെങ്കിൽ സന്മാർഗത്തിലാക്കിയവരെ പഴപ്പിക്കാനില്ല. മയ്യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ. അള്ളാഹു സന്മാർഗത്തിലാക്കിയവരെ പഴപ്പിക്കാനില്ല. അതേപോലെ അള്ളാഹു ദുർമാർഗ്യം നൽകിയ ആൾക്ക് അവർ സന്മാർഗത്തിലല്ല എന്നുള്ള ഒരു വിഷയം. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും, അതായത് നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വർഗമാണ്, നന്മയാണ്, തിന്മ ചെയ്യുന്ന ആൾക്ക് നരകമാണ്, മോശമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു പ്രതീക്ഷയുടെ ഒരു വിഷയം. അള്ളാഹുവിൻ്റെ തൗബയുടെ വാതിലുകൾ എന്നും തുറന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് എന്നും അവസരമുണ്ട് എന്നുള്ള ഒരു വിഷയം. 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അവരുടെ നഫ്സുകളിൽ അവർ ഇസ്റാഫ് കാണിച്ചത് എന്ന് വെച്ചാൽ അതിക്രമം കാണിച്ച ആൾക്കാർ. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവരുത്. അള്ളാഹു എല്ലാ പാപങ്ങളെ പുറത്തു നൽകുന്നവനാണ്, അവന് ഗഫൂറും റഹീമുമാണ് എന്നുള്ള ഒരു വിഷയം. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. അള്ളാഹുവിൽ നിന്നും വന്ന നന്മകളെ നിങ്ങൾ സ്വീകരിക്കുക, അത് നിങ്ങൾ പിൻപറ്റുക. ഏതിനു മുമ്പായിട്ട് മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾക്കറിയാതെ ഒരു ദിവസം പെട്ടെന്ന് വന്നു ഭവിക്കുന്ന നിങ്ങൾക്ക് അദാബുകൾ, മരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നെ നിങ്ങൾ പറയേണ്ടി വരും എന്താണ്? അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, 56-ാമത്തെ ആയത്തിൽ, അൻ തഖൂല, നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, നഫ്സുൻ യാ ഹസ്റത, ഓ എൻ്റെ നാശമേ, അലാമ ഫറത്തു ഫി ജംബില്ലാ വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. ആ വിഷയം. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗബയുടെ വാതിൽ എന്നും തുറന്നിരിക്കുകയാണെന്ന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുക. അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു നൽകുന്നവനാണ്. പക്ഷെ അതിൻ്റെ സമയം കഴിഞ്ഞാൽ, നിങ്ങളുടെ അദാബ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ,
പിന്നെ നിങ്ങൾ പറയേണ്ടി വരും യാ ഹസ്രത്താ, ഓ എൻ്റെ പരാജയമേ. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയും തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, അതാണ് നമുക്ക് മറ്റേ ഒരു അവസരം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ, പക്ഷെ അത് നമുക്ക് അള്ളാഹു തരൂല. ഒരൊറ്റ അവസരമാണുള്ളത്, അതും ഉപയോഗപ്പെടുത്തുക ബുദ്ധിയോടെ, നല്ല ചിന്തിച്ച്. ഔ തഖൂല പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീന തറൽ അദാബ് കാണുമ്പോൾ, നമ്മളിലേക്ക് മരണം എത്തിപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞേക്കും നമ്മുടെ ലൗ അന്നലി കറത്തൻ, ഒരു അവസരം കൂടി ഉണ്ടായിരുന്നില്ല, അകൂന മിനൽ മഹ്സിനീൻ, ഞാൻ നന്മ പ്രവർത്തിക്കുന്ന ആളാവും. പക്ഷേ ബല, അങ്ങനെയല്ല വിഷയം. ഖദ് ജാഅത്ക ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഫകദ്ദബത ബിഹാ വസ്തക്ബർത വകുൻത മിനൽ കാഫിരീൻ, നിങ്ങളത് കളവാക്കുകയും നിങ്ങളത് അഹങ്കരിക്കുകയും ചെയ്തു, പിന്നെ അത് നിങ്ങൾ കാഫിർ, പിന്നെ അതിനെ നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നരകമാണ് മസ്വല്ലിൽ മുത്തകബ്ബിരീൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വൈനജ്ജില്ലാഹുല്ലദീന തഖൗ, തഖ്വയെ പിന്നെ അനിശ്ചിതമായ ജീവിതം അവർക്ക് വിജയമാണ് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം പിന്നെ അന്ത്യനാളത്തെ പറ്റിയാണ് പറയുന്നത്. 67-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, എന്ത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഒരു ദിവസം വരാനുണ്ട്, അന്നത്തെ ദിവസം അധികാരം മൊത്തം അല്ലാഹുവിനാണ്. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു, അല്ലാഹുവിൻ്റെ പിടിയിലാണ് ആ ദിവസം. സൂർ എന്ന പിന്നെ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതുമ്പോൾ ഒരു ഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ് വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ. അന്ന ദിവസം ഭൂമി അല്ലാഹുവിൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുമെന്നാണ്. എന്നിട്ട് വൗലിയൽ കിതാബു, ഭയാനകമായ നിമിഷം നോക്കും നിങ്ങൾ. അന്ത്യനാളുണ്ടാവും, അന്നത്തെ അധികാരം അല്ലാഹുവിനാണ്. അല്ലാഹുവാണ് എല്ലാം. അന്നത്തെ ദിവസം ഭൂമി അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങും. ബൗലിയൽ കിതാബു വജീഅ ബിൻ നബിയ്യീന വശുഹദാ. എത്ര പേടിപ്പെടുത്തുന്നൊരു വിഷയമാണ് നിങ്ങൾ നോക്കുക. അന്നത്തെ ദിവസം കിതാബ് കൊണ്ടുവരപ്പെടും, നമ്മുടെ നന്മയുടെ തിന്മയുടെ തൂക്കുന്ന തുലാസ്. ആ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ദുനിയാവിൽ ഈ പരീക്ഷയിൽ നമ്മൾ എത്രയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ മറുപടി എഴുതിയിട്ടിട്ടുണ്ട്, അതിൽ ശരിയായത് ഏതാണ് തെറ്റായത് ഏതാണ് എന്നുള്ള ഒരു റിസൾട്ടിൻ്റെ ദിവസമാണത്. അതിന് സാക്ഷ്യം വഹിക്കുന്ന, അതിനെ ടെസ്റ്റിമോണി ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റിഫൈ ചെയ്യാൻ, അതിനെ നമ്മൾ സാക്ഷി നിൽക്കാൻ നബിമാരും സാക്ഷികളായ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഷാഫിയൻ ലനാ ലാ ഷാഫിയൻ അലൈനാ. അവിടെ പറയുന്നത് വൗഫിയത് കുല്ലു നഫ്സിൻ മാ അമിലത് വഹുവ അലമു ബിമാ യഫ്അലൂൻ. 70-ാമത്തെ ആയത്ത്. ഓരോ നഫ്സിനും അതെന്താണോ പ്രവർത്തിച്ചത്, നന്മ പ്രവർത്തിച്ചതെങ്കിൽ അതങ്ങനെ, അതിന് കൂലി. തിന്മയാണെങ്കിൽ അങ്ങനെ. അതിനുശേഷം 2 വിഷയം പറയുന്നുണ്ട്. അത് അന്തിമ വിജയത്തിൻ്റെ ഒരു ദിവസമാണ്, അന്തിമ തീരുമാനത്തിൻ്റെ ഒരു ദിവസമാണത്. അന്ന് വിജയിച്ചാൽ ശാശ്വത വിജയമാണ്, അന്ന് പരാജയപ്പെട്ടാൽ ശാശ്വതമായ പരാജയമാണ്. നമ്മളിന്ന് ഒരു പരീക്ഷയിൽ തോൽക്കുന്നത് പോലെയോ, നമുക്ക് റീ എക്സാം ഉണ്ടാവും, മേഴ്സി ഉണ്ടാവും, സപ്ലൈ ഉണ്ടാവും. പക്ഷെ അവിടെ അങ്ങനല്ല. ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു, ശാശ്വതമായ നരകത്തിലാണ്. അവിടെ പറയുന്നു വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا. നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് പോലെയാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. ആ ദിവസം തോറ്റുകഴിഞ്ഞാൽ ജഹന്നം എന്ന നരകത്തിലേക്ക് കൂട്ടമായ ആൾക്കാരെ കൊണ്ടുപോകുന്നൊരു ദിവസം. അവർ വന്നു കഴിഞ്ഞാൽ, നരകത്തിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞാൽ അവർക്ക് നരകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. എന്നിട്ട് അവരോട് പറയും, അതിൻ്റെ ആൾക്കാർ പറയും, നരകത്തിൻ്റെ കാവൽക്കാർ പറയും,
അലം യഅ്തികും റുസുലും മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലേ? മൂസാ നബി, ഈസാ നബി, പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും വയുൻദിറൂനക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകില്ലേ? ഈ ദിവസം വരാനുണ്ട്, ലിഖാ യൗമിക്കും ഹാദാ, നിങ്ങളിതാ ഇപ്പം കണ്ടുമുട്ടിയ ദിവസം, ഒരു ദിവസം വരാനുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ദുനിയാവിലുള്ള ജീവിതത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ റസൂൽ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ? ഖാലു, അവർ മറുപടി പറയും, ബലാ, ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. വലാക്കിൻ, പക്ഷേ ഹഖ്ഖത് കലിമത്തുൽ അദാബ് അൽ കാഫിരീൻ, പക്ഷേ അത് അവരുടെ സമയം നഷ്ടപ്പെട്ടു പോയി, അദാബ് അവർക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ ഒരു സന്തോഷ വാർത്ത, രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത്, ഖീല ദുഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഅ്സ മസ്വൽ മുതകബ്ബിരീൻ. ഈ പറഞ്ഞ തിന്മയുടെ ആൾക്കാർ അവർ ജഹന്നം എന്ന നരകത്തിലേക്ക് പ്രവേശിക്കാൻ അവരോട് പറയപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. രണ്ടാമത്തെ വിഷയം, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ആമീൻ. തഖ്വയോടെ ജീവിച്ച ആൾക്കാർ, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു ചെയ്യരുത്, അരുത് എന്ന് പറഞ്ഞത്തെ ഒഴിവാക്കുകയും വർജിക്കുകയും ചെയ്ത അവരോട് പറയും, അവരെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുപോകും. അവരുടെ സ്വർഗത്തിൻ്റെ വാതിലെടുത്ത് എത്തിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കപ്പെടും. എന്നിട്ട് അവരോട് അതിൻ്റെ മാലാഖമാർ പറയും, കാവൽക്കാർ പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ നന്മയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഹാവ് എ നൈസ് ഡേ എന്ന് പറയുന്നത് പോലെ, തിബ്തും, നിങ്ങൾ നന്നായിരിക്കുന്നു ചെയ്തത്, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇതിലേക്ക് നിങ്ങൾ ശാശ്വതമായി. സ്വർഗം എന്നുള്ളത് ശാശ്വതമാണ്, ശാശ്വതം. നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്ര ദിവസങ്ങൾ മാത്രം. പക്ഷേ ഇത് എന്നേക്കുമായി ആസ്വാദനവും മറ്റുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്വർഗം. അള്ളാഹു നമ്മളതിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ രണ്ട് വിഷയം ഇവിടെ ചർച്ച ചെയ്തു, നരകത്തിൻ്റെ ആൾക്കാരെ പറ്റിയും സ്വർഗത്തിൻ്റെ ആൾക്കാരെ പറ്റിയും. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഗാഫിർ എന്നാണ്. ഈ സൂറത്തുൽ ഗാഫിർ മറ്റൊരു പേരുണ്ട് ഇതിന്, സൂറത്തുൽ മുഅ്മിൻ. സൂറത്തുൽ മുഅ്മിൻ എന്ന പേരുണ്ട്. കാരണം ഇതിൽ പിന്നെ ഞാനിത് പറയാം എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം സൂറത്തുൽ ഗാഫിർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. അതിനുശേഷം ഒരു ആയത്ത് പറയുന്നത് വളരെ മനോഹരമാണ്, അള്ളാഹുവിൻ്റെ സിഫത്തിനെ പറ്റി പറയുന്ന ഗാഫിറുൽ ദംബ്. 4 വിഷയം പറയുന്നുണ്ട്. ഗാഫിറുൽ ദംബ്, അള്ളാഹു പാപങ്ങളെ പൊറുക്കുന്നവനാണ്. വഖാബിലിത് തൗബ്, വഖാബിലിത് തൗബി എന്താണ്? തൗബയെ വഖാബിലിത് തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണവൻ. ഷദീദുൽ ഇഖാബ്, പക്ഷേ തൗബ കേൾക്കാത്ത അല്ലെങ്കിൽ അള്ളാഹുലേക്ക് മടങ്ങാത്ത, അള്ളാഹു പറഞ്ഞതുപോലെ കേൾക്കാത്ത അവർ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ വളരെ ശക്തമായി ശിക്ഷിക്കും. ദിത്തൗൽ, അള്ളാഹു സർവശക്തനാണ് എന്ന് 4 വിഷയം പറയുന്ന ഒരു വിഷയം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു വിഷയമുണ്ട്. മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് മാലാഖന്മാർ പൊറുക്കലിനെ ചോദിക്കുന്ന ഒരു വിഷയം. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കുന്ന ഒരുപാട് മാലാഖന്മാർ, അതിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് മാലാഖന്മാർ അള്ളാഹുവിനെ ഹംദ് പറയുകയും തസ്ബീഹ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവേ, അവർ പൊറുക്കലിനെ ചോദിക്കും മുഅ്മിനീങ്ങൾക്ക്. റബ്ബന, അല്ലാഹുവേ, റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ, നിൻ്റെ റഹ്മത്ത് നിൻ്റെ വിശാലതയുള്ള റഹ്മത്ത് കൊണ്ട് നീ തൗബ ചെയ്യുന്ന ആൾക്കാർക്ക്, നിൻ്റെ വഴിയെ പിൻപറ്റുന്ന ആൾക്കാർക്ക് നീ പൊറുത്തുകൊടു അല്ലാഹ്.
റബ്ബന വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ, അടുത്ത ആയത്ത് 8-ാമത്തെ ആയത്ത്. അവരെ പിന്നെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കല്ല, നീ വാഗ്ദാനം ചെയ്തതുപോലെ. എന്നിട്ട് വഖിഹിമുസ്സയ്യിആത്ത്, അവരെ മോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പിന്നെ നരകം മറ്റുമൊക്കെ നിന്ന് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല. 17-ാമത്തെ ആയത്തിൽ ഒരു വിഷയം പറയുന്നുണ്ട്. അൽ-യൗമ, ഇത് എത്ര ഒരു എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയറായി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കണം. അത്രയും വ്യക്തമായി അതവിടെ തീരുമാനമാണത്, പറഞ്ഞതുപോലെയാണ്. അൽ-യൗമ, ഈ ദിവസം, തുജുസ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ നഫ്സും അവൻ എന്താണ് പ്രവർത്തിച്ചത്, അവൾ എന്താണ് പ്രവർത്തിച്ചത്, അതിന് പ്രതിഫലം കിട്ടും. അതാണ് അവൻ്റെ വിഷയം. അവൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം. മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്ക ഒരു ചെറിയ ഒരു നന്മ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്. ഒരു നന്മയെ നീ നിസാരമായി കാണരുത്. എന്തെന്നറിയോ? തുജുസ കുല്ലു നഫ്സിൻ ബിമാ കസബത്. ഇവിടെ ഖുർആനിൽ പറയുന്നത്, ഓരോ നഫ്സും അവൻ പ്രവർത്തിച്ചത് നന്മക്ക് അതിനനുസരിച്ച് കൂലി, തിന്മക്ക് അതിനനുസരിച്ചിട്ട് കൂലി. ലാ ദുൽമൽ യൗം, ഇന്ന് ഒരു അന്യായമോ അക്രമമോ ഇല്ല. അല്ലാഹു വളരെ കൃത്യമായ ഹിസാബ് എടുക്കുന്നവനാണ്, വളരെ പെട്ടെന്നും വളരെ വ്യക്തതയോടെയും. അതുകൊണ്ട് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയെ നിങ്ങൾ ഒന്നിനെയും നിസ്സാരമായി കാണണ്ട. നാളെക്കുള്ളത് നിങ്ങൾ കാത്തുവെക്കുക. ഏതുവരെ? വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്, നിൻ്റെ സഹോദരനെ, നിൻ്റെ സഹോദരിയെ നല്ല മന്ദസ്മൃതയോടെ അല്ലെങ്കിൽ വളരെ നല്ല ഒരു പുഞ്ചിരിയോടെ നീ കാണുന്നതും അത് നിനക്ക് സ്വതക്കയാണ്, നിനക്ക് നന്മയാണെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് 26-ാമത്തെ ആയത്താണ്. 26-ാമത്തെ ആയത്തിൽ അവിടെ പിന്നെ ഈ മൂസാ നബിയും ഫിർഔൻ തമ്മിലുള്ളൊരു വിഷയമാണ്. അവിടെയാണ് ഈ നമ്മുടെ എന്തിനാണ് മുഅ്മിൻ, ഈ സൂറത്തിൽ മുഅ്മിൻ എന്നും പേരുണ്ട് ഇതിന്, എന്തിനാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് 22 മുതൽ നമുക്ക് ചർച്ച ചെയ്യാം. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ ഇലാ ഫിർഔന വഹാമാന വഖാറൂന ഫഖാലൂ സാഹിറുൻ കദ്ദാബ്. ഫിർഔനും ഹാമാനും ഖാറൂനൊക്കെ മൂസാ നബിയെ നമ്മൾ റസൂലായി അയച്ചു. പക്ഷെ അവരൊക്കെ പറഞ്ഞു, ഇയാളൊരു പിന്നെ സിഹർ ചെയ്യുന്ന ഒരു മന്ത്രവാദിയാണ്, കള്ളനാണെന്ന് പറഞ്ഞു. പക്ഷെ ഫലമ്മ ജാഅഹും ബിൽ ഹഖ് മിൻ ഇൻദിനാ ഖാലൂ ഖ്തുലൂ അബ്നാ അല്ലദീ ആമനൂ മഅഹു വസ്തഹ്യൂ നിസാഅഹും വമാ കൈദുൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ വഖാല ഫിർഔൻ. അവർക്ക് മുഅ്ജിസത്തൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് പേടിയായി. അവർ പറഞ്ഞു ഇവരെ കൊല്ലണം. വഖാല ഫിർഔൻ ദറൂനി അഖ്തുൽ മൂസാ വല്യദ്ഉ റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഫിർഔൻ പറഞ്ഞു, ഞാൻ കൊല്ലട്ടെ, ഞാൻ മൂസാ നബിയെ കൊല്ലട്ടെ, എനിക്ക് പേടിയാണ്, അയാൾ നിങ്ങളുടെ ദീന് പിന്നെ നിങ്ങളുടെ മതം അയാളെ മാറ്റിയേക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്, എന്നിട്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുമെന്ന് പേടിയുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം 28-ാമത്തെ ആയത്തിലൊരു വിഷയം പറയുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ ഒരു വിഷയത്തിൽ നിങ്ങൾ മൂസാ നബിയെ ഞാൻ കൊല്ലട്ടെ എന്ന് ഫിർഔൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മൂസാ നബിയിൽപ്പെട്ട പിന്നെ ഫിർഔനിൻ്റെ സമൂഹത്തിൽ അവിടെ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, അയാൾ മുഅ്മിനാണ്, വിശ്വാസിയാണ്. പക്ഷേ അയാളുടെ വിശ്വാസം അയാൾ പ്രകടനമാക്കിയില്ല, അയാൾ പ്രകടിപ്പിച്ചില്ല, അയാൾ മറച്ചു വെച്ചു. അയാൾ പറഞ്ഞു മുഅ്മിനാണ്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന, ഫിർഔനിൻ്റെ ആലിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ ഒരു പുരുഷൻ അയാൾ പറയാണ്. പക്ഷേ യക്തുമു ഈമാനഹു, ഈമാനെ മറച്ചു പിടിച്ച ഒരാൾ, ഈമാൻ അയാൾ പ്രകടിപ്പിച്ചില്ല. അയാൾ പറയാണ് അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, ഒരാളെ നിങ്ങൾ കൊല്ലാണോ? അയാളുടെ വിഷയം എന്താണ്? അയാൾ തെറ്റല്ലല്ലോ ചെയ്തത്, അയാളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറഞ്ഞത് നിങ്ങൾ അയാളെ കൊല്ലേ. വഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, അയാൾ പിന്നെ നിങ്ങളിലേക്ക് അയാൾ വ്യക്തമായ തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇനി വഇൻയകും കാദിബൻ ഫഅലൈഹി കദിബു, അയാൾ കളവ് പറയുകയാണെങ്കിൽ അയാൾക്ക് തന്നെയല്ലേ പ്രശ്നം, നിങ്ങൾക്ക് എന്താ പ്രശ്നം? വഇൻയകു സാദിഖൻ, പക്ഷെ അയാൾ സത്യസന്ധനാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ് കേട്ടോ. യുസീബുക്കും ബഅദുല്ലദീ യഇദുക്കും,
ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. അപ്പോൾ എന്നിട്ടും പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാണ്, യാ ഖൗമി ലക്കുമുൽ മുൽക്കുൽ യൗം, നിങ്ങൾക്കാണ് ഇവിടെ അധികാരം, ളാഹിരീന ഫിൽ അർദി ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ. പക്ഷെ ഫിർഔന് പറഞ്ഞു, ഖാല ഫിർഔനു മാ ഉരീക്കും ഇല്ലാ മാ അറാ വമാ അഹ്ദീക്കും ഇല്ലാ സബീല റഷാദ്. എനിക്കിവിടെ കാണുന്നതൊക്കെ ഈ കാണുന്നതേ ഉള്ളൂ, വേറൊന്നുമില്ല എനിക്ക് പിന്നെ കാണുന്നില്ല. അതായത് സാഹിറാണ്, പിന്നെ കദ്ദാബാണ് എന്ന വിഷയം. പക്ഷേ അയാൾ വിടുന്നില്ല. അയാൾ മറുപടി പിന്നെയും പറയാം, വഖാലല്ലദീ ആമന യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ് മിസ്ല ദഅബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 29, 30, 31 ആയത്താണ്. പിന്നെ ഈ പറഞ്ഞ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞു, സമൂഹമേ എനിക്ക് നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങളെ പേടിയാണ്. കാരണം നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. കാരണം ഈ പറഞ്ഞ ആൾ മൂസാ നബി സത്യസന്ധനാണെങ്കിൽ എനിക്ക് പേടിയാണ്. കാരണം ഇങ്ങനെ തന്നെ മുൻകഴിഞ്ഞ സമൂഹം, ആദ് സമൂഹം, പിന്നെ എന്താ പറയുക, നൂഹ് നബിയുടെ സമൂഹം, ആദ് സമൂഹം, സമൂദ് സമൂഹം, ഇവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ് എന്ന് അയാൾ പിന്നെ ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം അങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ മുഅ്മിനായ മനുഷ്യൻ. ഫിർഔന് ഉത്തരമുട്ടാണ്, അപ്പോൾ ഒന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ പിന്നെ ഫിർഔൻ എന്ത് ചെയ്തു, കളിയാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. വഖാലല്ലദീ വഖാല ഫിർഔൻ 36 ആയത്. ഫിർഔന് പറഞ്ഞു, യാ ഹാമാൻ, ഫിർഔൻ്റെ മന്ത്രിയാണ്, യാ ഹാമാൻ ഇബ്നി ലീ സ്വറഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, എനിക്കൊരു ഒരു വലിയൊരു സ്വറഹ് നിർമ്മിച്ചു താ, ഞാനൊന്ന് കയറിപ്പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരട്ടെ, ആകാശങ്ങളിലേക്ക്. അവിടെ മൂസാ നബി പറയുന്നതൊക്കെ ശരിയാണോ എന്തൊന്ന് ഞാനൊന്ന് അന്വേഷിച്ച് വരട്ടെ. ഫിർഔന് പിന്നെ ഈ പറഞ്ഞ പിന്നെ മൂസാ നബിയും ഇവിടേക്ക് കളിയാക്കാം. അപ്പോൾ വിശ്വാസിയ മനുഷ്യൻ വിടുന്നില്ല. ഖാലല്ലദീ ആമന യാ ഖൗമി ഇത്തബിഊനി, എന്നെ നിങ്ങൾ കേൾക്കൂ, അനുസരിക്കൂ, അഹ്ദിക്കും സബീല റഷാദ്, നിങ്ങളെ ഞാൻ പിന്നെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ദുനിയാവാണ്, ഇവിടെ വഞ്ചനയാണ്. ഈ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ വഞ്ചനയാണ്. ആഖിറമാണ് ശാശ്വതമായ ഒരു പിന്നെ വീട് എന്നുള്ളത്. ആ വിഷയം പിന്നെയും പിന്നെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 40 ആയത്തിൽ, മൻ അമില സയ്യഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ഒരു തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം. വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ ആണോ പെണ്ണോ ആരാവട്ടെ, നന്മ ചെയ്താൽ അയാൾക്ക് സ്വർഗം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് 41 ആയത്ത്, യാ ഖൗമി, ഓ സമൂഹമേ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വിജയത്തിലേക്കാണ്, പക്ഷെ നിങ്ങൾ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണല്ലോ. എന്നെ നിങ്ങൾ പിന്നെ അള്ളാഹുവിനെ കുഫ്ർ ചെയ്യാൻ നിങ്ങൾ ക്ഷണിക്കാണോ? ഞാൻ ഗഫാറായ പാപങ്ങളൊക്കെ പൊറുക്കുന്ന അള്ളാഹുവിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അങ്ങനെ ആ വിഷയം അങ്ങനെ നീണ്ടുപോകുന്നു. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം 52 ആയത്താണ്. യൗമ ലാ യൻഫഉ ളാലിമീന മഅ്ദിറതുഹും, ഒരു ദിവസമുണ്ട്, ആ ദിവസം അക്രമിയായ, തിന്മ ചെയ്ത അക്രമിയായ ആൾക്ക് അയാളുടെ ഒരു കാരണം ബോധ്യപ്പെടുത്തലുകളൊന്നും നടക്കൂലെന്ന്. അന്ന് ഒന്നും നടക്കൂല, അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്, നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അത് നേരെയുള്ളതാണ്, അത് സത്യമാണ്. നിങ്ങളുടെ പാപങ്ങൾക്കൊക്കെ നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കും. 55 ആയത്, വസ്തഗ്ഫിർ ലിദംബിക്, എന്നിട്ട് അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് പറയുക, വൈകുന്നേരങ്ങളും രാവിലെ ഒക്കെ. 59 ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്ന സാഅത ലആതിയത്തുൻ, അള്ളാഹു നിശ്ചയമായും പറയാണ്, ഖിയാമത്ത് ദിവസം അത് വരിക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. പക്ഷെ ഇത് കൂടുതൽ ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയെങ്കിൽ അവർ നന്മ ചെയ്യല്ലോ, തിന്മ ചെയ്യാതിരിക്കൂലേ? തിന്മ എവിടെയില്ലേ? ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വം, ഇതൊക്കെ നമ്മൾ പ്രതികരിക്കണം സഹോദരന്മാർ. പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു നമ്മുടെ സമൂഹങ്ങളിൽ തന്നെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
പറയാണ് അല്ലാഹു ഖാല റബ്ബുക്കും വഖാല റബ്ബുക്കും. എത്ര മനോഹരമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവായ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ റബ്ബ് പറയാണ്, ഉദ്ഊനി, എന്നെ നിങ്ങൾ വിളിക്ക്, അസ്തജിബ് ലക്കും, എന്നോട് ചോദിക്ക്, ഉദ്ഊനി അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം എന്നല്ലാഹു പറയാണ്. അപ്പം അങ്ങനെ അടുത്ത നമ്മൾ സൂറത്ത് ഫുസ്സിലെത്തി. ഒരുപാട് പറയാനുണ്ട്, നമുക്കറിയില്ല എത്രത്തോളം പറയാൻ പറ്റും. 6-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, ഒരു വ്യത്യാസം എന്നുള്ളത് എനിക്ക് അല്ലാഹുവിൻ്റെ വഹി വരുന്നുണ്ട്. അതിലെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഖാമത്തോട് നിങ്ങൾ ജീവിക്ക്, നിങ്ങൾ അനുസരിക്ക്, ഒരുക്കലിനെ ചോദിക്ക് എന്ന് അല്ലാഹു പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതൊരു വിഷയം പറയാം. 8-ാമത്തെ ആയത്ത്. ഖലഖൽ അർള ഫി യൗമൈൻ, 2 ദിവസങ്ങൾ കൊണ്ട് ഭൂമി അല്ലാഹു സൃഷ്ടിച്ചു. വതജഅലൂന ലഹു അൻദാദ ദാലിക റബ്ബുൽ ആലമീൻ, നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കുകയാണല്ലോ. വജഅല ഫീഹ, എന്നിട്ട് ഭൂമിയിൽ അല്ലാഹു റവാസിയ മിൻ ഫൗഖിഹ വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ ഫി 4 അയ്യാമിൻ സവാഅ ലിസ്സായിലിൻ. പിന്നെ അല്ലാഹു ആ ഭൂമിയിൽ പർവ്വതങ്ങളും അതിനുവേണ്ട ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചു. എന്നിട്ട് അല്ലാഹു ആകാശത്തിൻ്റെ വിഷയം പറയാം അടുത്ത ആയത്തിൽ. വഹിയ ദുഖാനും, അത് ഒരു സ്മോക്ക് പോലെയാണ്, സ്മോക്കാണ്. അതൊരു നീണ്ട വിഷയമാണ് കേട്ടോ, എല്ലാവരും പഠിക്കേണ്ട വിഷയമാണ്. സയൻസും മറ്റുമൊക്കെ, കോസ്മോളജിയും ഇതൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു നമ്മുടെ ഭൂമിയുടെ ആകാശത്തിൽ, നമുക്ക് കാണുന്ന ആകാശത്തിൽ അള്ളാഹു നക്ഷത്രങ്ങളും മറ്റുമൊക്കെ അവിടെ സംവിധാനിച്ചു ചെയ്തു. അതിനുശേഷം പറയുന്നുണ്ട്, അവർക്ക് ദൂതന്മാരെ അയക്കുകയും അവരോട് അല്ലാഹു അല്ലാതെ നിങ്ങളൊന്നും ആരാധിക്കരുത് എന്ന് പറയുകയും ചെയ്തപ്പോൾ അവരതനുസരിച്ചില്ല. അതുകൊണ്ട് ആദ് സമൂഹത്തെ അവരഹങ്കരിച്ചു. അവർക്ക് പറഞ്ഞു, വഖാലു മൻ അശദ്ദു മിന്നാ ഖുവ്വ, നമ്മളെക്കാൾ ശക്തന്മാർ ആരാണുള്ളത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ അനുസരിക്കേണ്ടതൊക്കെ ആവശ്യം? നമ്മളാണ് ശക്തന്മാർ. പക്ഷെ അല്ലാഹു അടുത്ത് പറയുന്നത് ആയത്തിൽ തന്നെ 15-ാമത്തെ ആയത്തിൽ, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവർ പറയുന്നത് നമ്മളാണ് ഏറ്റവും ശക്തന്മാർ. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ, അവരെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് സർവശക്തനെന്ന്. എന്നിട്ട് അവർക്ക് ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ, അവർക്ക് അദാബായിട്ട് അവർക്ക് കാറ്റ് അയച്ചു, അങ്ങനെ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ആ വിഷയം. സമൂദ് സമൂഹത്തെ അവർക്കും അവർ തിന്മയെ അല്ലെങ്കിൽ അന്ധതയെ അവരെ സെലക്ട് ചെയ്തപ്പോൾ അവർക്കും അദാബൊക്കെ ഇറക്കി അവരെ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ, ഒരു ദിവസം അല്ലാഹു ഖിയാമത്ത് ദിവസം മഹ്ശറയിൽ 19-ാമത്തെ ആയത്താണ്, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസം വരാനുണ്ട്. ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും, നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. അള്ളാഹു എന്താണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു യാസീനിൽ, അല്ലൗമ നഖ്തിം, എന്താണ് അവരുടെ വായകളൊക്കെ സീല് വെക്കപ്പെടുകയും അവരുടെ കൈകളും കരങ്ങൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്യുമെന്ന് യാസീൻ സൂറത്ത് നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ പറയുന്നത്, അവരെ കൊണ്ടുവന്നാൽ അവർക്കെതിരിൽ അവരുടെ ചെവികളും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും എല്ലാം അവർക്കെതിരെ സാക്ഷ്യം നിൽക്കും. അതായത് നമ്മൾ സഹോദരന്മാരെ, നമ്മുടെ ചെവി, നമ്മുടെ കണ്ണ് എല്ലാം റെക്കോർഡ് ചെയ്തതാണ്. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, നമ്മൾ ചെയ്യുന്നത് എല്ലാം റെക്കോർഡഡാണ്. ഇതൊക്കെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ സാക്ഷി നിൽക്കപ്പെട്ട ആൾക്കാർ അവരുടെ സ്കിന്നിനോട്, അവരുടെ ശരീരത്തോട്, അവരുടെ തൊലിയോട് അവർ ചോദിക്കും, വഖാലു ജുലൂദിഹിം, അടുത്ത ആയത്താണ് 21, ലിമ ഷഹിദ്തും അലൈന, എന്തിനാണ് എനിക്ക് എതിരെ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്? കാരണം ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ ഒന്നിച്ചാണല്ലോ, അതായത് നമ്മുടെ സ്കിന്നും മറ്റുമൊക്കെയാണ്. ഖാലു, അവർ പറയുന്നത്, അന്തഖനല്ലാഹ്,
ജുലൂദുകൾ പറയുന്നത്, നമ്മുടെ തൊലികൾ പറയുന്നത് അന്തഖനല്ല, അള്ളാഹുവാണ് സംസാരിപ്പിച്ചത്. അല്ലതി അന്തഖ കുല്ല ഷൈ, എല്ലാം സംസാരിപ്പിക്കുന്നത് അള്ളാഹുവാണ് സംസാരിപ്പിച്ചത്. വളരെ പേടിപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. പക്ഷേ അടുത്ത വിഷയം ഇവർ പറയുന്നുണ്ട് അവിടെ 22-ാമത്തെ ആയത്തിലെ വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വല അബ്സാറുക്കും വല ജുലൂദുക്കും വലാകിൻ ظننتم, നിങ്ങൾ വിചാരിച്ചത് അന്നല്ലാഹ ലാ യഅലമു കസീറ, അള്ളാഹു ശരിയാണ്, അള്ളാഹുക്കെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ എല്ലാം അറിയുന്നില്ല. കുറേ ഒരു കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇത്രയും അറിയുന്നില്ല, അറിയുന്നവനല്ല എന്ന് നമ്മൾ വിചാരിക്കും എന്ന് ഇവിടെ പറയുന്നു. വലാകിൻ ظننتم, നിങ്ങൾ വിചാരിക്കുന്നത് അന്നല്ലാഹ ലാ യഅലമു കസീറ മിമ്മാ തഅമലൂൻ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയത് അള്ളാഹു വലിയ അറിയുന്നവനൊന്നുമല്ല. വദാലികും ظنكم الذي ظننتم بربكم, അത് നിങ്ങളുടെ വിചാരമാണ്, വെറും വിചാരമാണ്, അതുകൊണ്ട് നിങ്ങൾ പരാജിതരായിരിക്കുന്നു. അടുത്തൊരു വിഷയം 25-ാമത്തെ ആയത്തിൽ, അതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറയാം. വഖയ്യൽനാ ലഹും ഖറനാഅ ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരൻ നമ്മുടെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉമ്മ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ പറയാം, നീ അത് ധരിക്കണ്ട, നീ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രം ധരിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഏട്ടൻ നമ്മളോട് പറയാം, നീ അത് കാണേണ്ടതില്ല, നിങ്ങൾ പിന്നെ ഇത് പഠിച്ചാൽ മതി, ഇത് പഠിക്കാം. അള്ളാഹുവിൻ്റെ വഴിയിൽ തെന്നിക്കുന്ന, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് പിന്നെ മാറ്റിക്കളയുന്ന ചില സംസാരങ്ങളും ചില വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അടുത്ത ആൾക്കാർ ഖർഖുറനാ എന്ന് പറഞ്ഞു ഖുർആൻ ഉണ്ടാകാം, അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ ആയത്താണ് നമ്മൾ പറയേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയമാണത്. 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്ന ആൾക്കാർ, എന്ന് മാത്രമല്ല അവർ ഇസ്തിഖാമത്തോടു കൂടെ ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് അള്ളാഹു മാലാകന്മാരെ ഇറക്കി കൊടുക്കുന്നതാണ്. അവരോട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, മാലാകന്മാർ പറയും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, എന്നിട്ട് അവർ സന്തോഷവാർത്ത അറിയിക്കും അവരോട്, നിങ്ങൾ സന്തോഷിക്കുക, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ സ്വർഗം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ പിന്നെ സഹായികളാണ്. ഔലിയാഉക്കും നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തുദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയായിലും ആഖിറത്തിലും. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ നഫ്സുകൾ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനമായി ജുസ്ഇൻ്റെ ലാസ്റ്റത്തെ ആയത്ത് നമ്മളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൻ അമില സാലിഹൻ ഫലി നഫ്സിഹി, ഒരാൾ നന്മ ചെയ്താൽ അയാളുടെ നഫ്സിനാണത്, അയാൾക്കുള്ള ഗുണമാണ്. ഇനി ഒരാൾ തിന്മ ചെയ്താൽ അത് അയാൾക്കെതിരെയുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും വല്ലാമില്ലിൽ അബീദ് വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. നന്മ ചെയ്താൽ അള്ളാഹു നീ നന്മ ചെയ്തിട്ടില്ല, തിന്മ ചെയ്താൽ നീ തിന്മ ചെയ്തത് പിന്നെ എന്ത് കുറച്ചാൾക്ക് ഇങ്ങനെ ഇളവ്, അങ്ങനെ അള്ളാഹു അക്രമിക്കൂല, അള്ളാഹു ദുൽമ കാണിക്കൂല. നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ തിന്മ. ഒരു വ്യക്തമാണ് വിഷയം. അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞതും കേൾക്കുന്നതും നമുക്ക് അള്ളാഹു സ്വാലിഹ് അമൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ സംരംഭമൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് മനസ്സിലാക്കുകയും കേൾക്കുകയും ഇതിൻ്റെ പിന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങാത്തതുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമാണ്. ഉപയോഗപ്പെടുത്തുക, ഖുർആൻ മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ഖുർആൻ മനസ്സിലാക്കുകയും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ ബേസിക്കായിട്ടുള്ളൊരു വിഷയമാണ്, അല്ലെങ്കിൽ വളരെ പിന്നെ താഴെ തട്ടിൽ നമ്മൾ ഇന്ന് സംസാരിക്കുകയാണിത്. ഒരുപാട് പഠിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞുവല്ലോ, തജ്വീദ് പഠിക്കുക എന്നുള്ളത്, അതിനനുസരിച്ച് ഓതുക എന്നുള്ളത് വലിയ വിഷയമാണ്. തിലാവത്തുൽ വറത്തിലുൽ ഖുർആന തർത്തീല. അപ്പോൾ തജ്വീദിൻ്റെ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഇവരും മുമ്പ് അറിയിച്ചതുപോലെ പിന്നെ നമ്മുടെ ഈ മിസ്റ്റർ ട്യൂട്ടർ ഇവർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു ചെറിയ ഫീസുകളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ പ്രോത്സാഹകരമായ, എൻകറേജ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതേപോലെ മദ്രസ, സ്കൂള്,
ഭാഷകൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ അമാലുകളും നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقابهم من الدين والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. وآخر دعوانا الحمد لله رب العالمين. പിന്നെ അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് എന്ന് നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.